ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബാങ്ക് എക്സാമിന്റെ പ്രിലിംസിന് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും കുറേ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ. അതിൽ കുറേ ചോദ്യങ്ങൾ പേഴ്സൻറ്റേജ് ഇൻവോൾവ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചില പെർട്ടിക്കുലർ പേഴ്സൻറ്റേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സിംപ്ലിഫിക്കേഷൻസ് ഒബ്സർവേഷനിലൂടെയും വളരെ നല്ല രീതിയിലുള്ള അപ്രോച്ചിലൂടെയും പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഒരു ചെറിയ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് എന്തിലോട്ട് പോവാം, ആ അപ്രോച്ചിലോട്ടും അതിൻ്റെ പ്രോബ്ലമാറ്റിക് ഏരിയയിലോട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോവാം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ 20% ഓഫ് 60 നമ്മൾ കണക്കാക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 20% ഓഫ് 60 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അല്ലെ, 10% 6 20% എന്ന് പറയുമ്പോൾ എത്ര വരിക എന്ന് പറയാൻ പറ്റും നമുക്ക്. എക്സാക്ട്ലി 12 എന്ന് പറയുന്ന റിസൾട്ടാണ് വരിക അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് 12 എന്ന് പറയുന്ന റിസൾട്ട് തന്നെ കിട്ടണം. അപ്പോൾ നമുക്കിതിനെ വേറെ ഒരു രീതിയിലും എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 10% ഓഫ് 120 എന്നും എഴുതാം അല്ലെ. അപ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര തന്നെയാണ് വരിക, 12 എന്ന് പറയുന്ന റിസൾട്ട് തന്നെയാണ് നമുക്ക് വരിക അല്ലെ. അതായത് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എക്സാക്ട്ലി 20%-നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പകുതിയാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, കറസ്പോണ്ടിങ് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ ആക്കുന്നു അല്ലെ. അതായത് ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സാക്ട്ലി 2/1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ. അതായത് ഇൻവേഴ്സ് പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാക്ട്ലി ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേ കോൺസെപ്റ്റിനെ നമുക്ക് വേറെ ഒരു രീതിയിലും വേണമെങ്കിൽ എങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 20% ഓഫ് 60-ഉം 10% ഓഫ് 120-ന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ 5% ഓഫ്, അതായത് 5% ഓഫ് എത്രയാണ് 12 എന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ നോക്കൂ, 20%-നെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, എക്സാക്ട്ലി 5%-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, 20-ന്റെ 1/4 ആണ് എന്ത് വരിക, 5 വരിക അല്ലെ. അതായത് 20-ന്റെ 1/4 ഭാഗമാണ് 5 വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 1/4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4/1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇൻവേഴ്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ 60 × 4/1 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, 240 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ 240-ന്റെ 10% 24 5% എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാൻ പറ്റും, 12 എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു കോൺസെപ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, പേഴ്സൻറ്റേജിനെ ഏത് പ്രപ്പോർഷനിലോട്ടാണോ മാറ്റുന്നത് അതിന്റെ ഇൻവേഴ്സ് പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം, ആ കറസ്പോണ്ടിങ് വാല്യൂല് നമ്മൾ എന്ത് ചെയ്യണം, മെയ്ഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്തുണ്ടാവണം, എപ്പോൾ ചോദിച്ചാലും എന്തുണ്ടാവണം സ്റ്റുഡൻസ്, ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇപ്പോൾ 20% ഓഫ് 60 അല്ലെ, അതാണ് നമ്മൾ നോക്കിയത് അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയുന്നത് 12 എന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പോ 20%-ന് പകരം നമ്മൾ 30% ആക്കിയെന്ന് വിചാരിക്കുക, 12 എന്ന് പറയുന്ന റിസൾട്ട് തന്നെ കിട്ടണമെന്നും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 20-നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 30 കിട്ടുക എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 30/20 ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക, എക്സാക്ട്ലി 3/2 ആണ് വരിക അല്ലെ. അതായത് 20-നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 30 കിട്ടുക. അപ്പോ കറസ്പോണ്ടിങ് ഇവിടുത്തെ വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 3/2 കൊണ്ടാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 2/3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ 60 × 2/3 എന്ന് പറയുമ്പോൾ 60 × 2 120, 120/3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, 40 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ 30% ഓഫ് 40 ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, 12 എന്ന് പറയുന്ന റിസൾട്ട് ആണ് വരിക കേട്ടോ. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിൽ തന്നെ അറിയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കോൺസെപ്റ്റിലോട്ട് പോവാം, അടുത്ത ഒരു കോൺസെപ്റ്റിലോട്ട് നമുക്കൊന്ന് പോവാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ നിങ്ങളൊന്ന്. ഓക്കെ, ഇപ്പോ നമുക്ക് ഒരു ചോദ്യം തന്നിരിക്കുകയാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. നമ്മളത് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, 1 സെക്കൻഡ്.
നമ്മുടെ അടുത്ത് ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്, ഒരു പ്രോബ്ലം തന്നിരിക്കുകയാണ്, കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 72% ഓഫ് 69 പ്ലസ് 36% ഓഫ് 62 ഇങ്ങനെ ഒരു പ്രോബ്ലമാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പെർസെൻറ്റേജിൻ്റെ ഫോമിൽ ചെയ്യാനോ അങ്ങനെ പെട്ടെന്ന് പറ്റില്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, സാധാ രീതിയിലുള്ള കൺവെൻഷണൽ പാറ്റേണിലോട്ട് നമ്മൾ പോകും അല്ലേ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പോകരുത്. ഈ ഒരു കോൺസെപ്റ്റ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലം വളരെ എഫക്റ്റീവായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ തന്നെ എഴുതാൻ പറ്റും, 72% ഓഫ് 69 തന്നെ എഴുതാം. 72% ഓഫ് 69 തന്നെ ഇവിടെ നമുക്ക് എഴുതാം. പ്ലസ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, 72ഉം 36ഉം ഇത് രണ്ടും എന്താണ്, ഒരു കോമൺ മൾട്ടിപ്പിൾ ഉള്ള വാല്യൂസ് ആണ് അല്ലെ, കോമൺ ഫാക്ടർ ഉള്ള രണ്ട് വാല്യൂസ് ആണ് അല്ലെ. അത് 72ഉം 36 എന്ന് പറഞ്ഞാൽ രണ്ടിനും എന്തുണ്ട്, 36 എന്ന് പറയുന്നത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക, എക്സാക്ട്ലി ഒരു കോമൺ ഫാക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോറി, കോമൺ മൾട്ടിപ്പിൾ അല്ല, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. നമുക്ക് എന്താണ് വരിക, 72നും 36നും എന്തുണ്ടാകും, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടാകും അല്ലെ. ഏതാണ് ആ ഫാക്ടർ, 36 തന്നെയാണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 36% ഓഫ് 62നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും കൂടെ എഴുതാം, എക്സാക്ട്ലി 72% ഓഫ്, അതായത് ഇത് 2/1 ആണ് ആയിരിക്കുന്നെങ്കിൽ ഇതെന്ത് ചെയ്യണം, 1/2 ആണ് ആവേണ്ടത് അല്ലെ. ഓഫ് 31 എന്നും കൂടെ നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ 72% ഓഫ് 69 പ്ലസ് 72% ഓഫ് 31 എന്ന് പറഞ്ഞിട്ടും നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, 72% കോമൺ ആക്കി എടുക്കാം, ബ്രാക്കറ്റിൽ റിമൈൻഡ് ചെയ്യുന്നത് ഏതാണ് വരിക, എക്സാക്ട്ലി 69 പ്ലസ് 31 ആണ് വരിക അല്ലെ. ഓക്കെ, അപ്പോൾ 72% 69 പ്ലസ് 31 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, 100 എന്ന് പറയുന്ന റിസൾട്ട് ആണ് വരിക അല്ലെ. അപ്പോൾ 72% ഓഫ് 100 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, 72 എന്ന് പറയുന്ന റിസൾട്ട് ആണ് എന്ത് വരിക, നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് എവിടേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് സിംപ്ലിഫിക്കേഷനിൽ ഇൻവോൾവ് ആകുന്ന കുറെ കോൺസെപ്റ്റ്സും ട്രിക്സുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത് മിസ്സാക്കാതിരിക്കാൻ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കുറച്ചും കൂടെ ട്രിക്കി ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്തായാലും വരാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോവുക, പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ബൈ ട്ടോ.